ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കേരളം ഇത്തവണ ആരെ സ്വീകരിക്കും? ജനഹിതമറിയാം മണ്ഡലങ്ങളിലൂടെ. കാട്ടാക്കട മണ്ഡലത്തിലെ വോട്ടറാണല്ലേ? എവിടെയാ താമസിക്കുന്നത്? ഞാൻ മലയൻകീഴ്. മലയൻകീഴ്. എങ്ങനെയുണ്ട് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ? രാഷ്ട്രീയം എന്തായിരുന്നാലും അവിടെ കാട്ടാക്കട BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്, LDFിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, UDFിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. മുൻ MLA എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള MLA IB സതീഷാണ്. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ KR ബൈജു ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. BJPയുടെ കൃഷ്ണദാസ്. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊക്കില്ല ഇപ്പോഴത്തെ ഇതനുസരിച്ച്. അതെ, ഇപ്പം എന്തായിരുന്നാലും ഒന്നീ ഇടത് അല്ലെങ്കിൽ വലത്, ഇതിൽ രണ്ടിൽ ഒരെണ്ണം വരാനേ ആ മണ്ഡലത്തിന്റെ സാധ്യത അനുസരിച്ച്. BJPക്ക് സാധ്യതയില്ല. ഇല്ല, അവിടെ ഇല്ല. കാട്ടാക്കട എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ? അവിടെ IB സതീഷ് അല്ലേ? എങ്ങനെയുണ്ട് 10 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ? വീണ്ടും ജയിച്ചു വരുമോ? സതീഷ് തന്നെയാണ്. അവിടെ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, കൃഷ്ണദാസ്. പുള്ളി എങ്ങനെ ഇല്ല അല്ലേ? ബൈജു നമ്മുടെ UDFിന്റെ നിലവിൽ ആർക്ക് സാധ്യത? IB സതീശൻ. സതീശ് തന്നെ വീണ്ടും വരുന്നു. കുറവാണ്. സതീശ് തന്നെ വീണ്ടും വരും. ഇലക്ഷനൊക്കെ എല്ലാവരും സഹകരിച്ച് പോകുന്നുണ്ട്. ആരൊക്കെയാണ് മത്സരിക്കുന്നത് അവിടെ? BJP കൃഷ്ണദാസ് സാറാണ്. പിന്നെ കോൺഗ്രസിൽ മറ്റേ ബൈജു MR ബൈജു. പിന്നെ നമ്മൾ IB സാറാണ്. സാറ് മൂന്നാം വട്ടമാണ് മത്സരിക്കുന്നത്. നല്ല ഇതാണ്, നമുക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു മരണം നടന്നു. സാറ് വന്നിട്ടുണ്ടായിരുന്നു. നീതിയുടെ മകൻ ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്, ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന അറിയാമോ? ജ്യോതിഷ് കുമാർ. മോൻ മരിച്ചപ്പോ ഒക്കെ വന്നു. പിന്നെ സാറ് നല്ല ഇതാണ്, എല്ലാരോടും നല്ല മൂന്നാമത് മത്സരിക്കുന്നു. ജയിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. വീണ്ടും ജയിച്ചു വരാൻ സാധ്യത ഉണ്ടല്ലേ? വിശ്വാസമുണ്ട്. സാറ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. സാറ് ഒരിക്കൽ നിന്നതാണ് തോന്നുന്നു മുമ്പ് നമ്മളവിടെ. വീണ്ടും നിൽക്കുകയാണ്. അറിയില്ല ആരാണ് ബാക്കിയുള്ളവര്. അവര് ജയിച്ചു ജനം തീരുമാനിക്കും. അതെ. എവിടെ താമസിക്കുന്നത്? കാട്ടാക്കട ജംഗ്ഷൻ. അവിടെ എങ്ങനെ ഇലക്ഷൻ്റെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ്റെ റിവ്യൂ ഒക്കെ? IB സതീഷ് അല്ലേ അവിടെ നിലവിലെ MLA? വീണ്ടും മത്സരിക്കുന്നുണ്ട്. പിന്നെ വീട് ജയിക്കുമോ അതാ വീണ്ടും മാറ്റം വരുമോ തോന്നുന്നല്ലേ? അവിടെ ഇപ്പോൾ പിന്നെ വേറെ 2 സ്ഥാനാർത്ഥികളുണ്ടല്ലോ അല്ലേ? BJPയും കോൺഗ്രസിൻ്റെയും. അവരെങ്ങനെ സാധ്യത ഉണ്ടോ അവർക്ക്? നല്ല മത്സരം നടക്കുകയല്ലേ അവിടെ? എങ്ങനെയുണ്ട് കാട്ടാക്കട മണ്ഡലത്തിലെ? കുഴപ്പമില്ല, 3 സ്ഥാനാർത്ഥികളും ഉണ്ട്. IB സതീഷ്, MR ബൈജു, കൃഷ്ണദാസ്. ആർക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? ഇപ്പോഴത്തെ ഇത് നോക്കുകയാണെങ്കിൽ കൃഷ്ണദാസ് ജയിച്ചു വരും. അയാള് വീണ്ടും രണ്ടാമതല്ലേ മത്സരിക്കുന്നത്? ഇത് മൂന്നാമത്. കൃഷ്ണദാസ് ജയിക്കുന്ന സാധ്യത ഉണ്ടോ? പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ IB സതീഷിന്റെ വികസനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കൃഷ്ണദാസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ല, എല്ലാരും അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പ്രതീക്ഷിക്കാം അല്ലേ? ഇലക്ഷൻ എങ്ങനെയുണ്ട്? കാട്ടാക്കടയിൽ നിൽക്കുന്നത് കൃഷ്ണദാസാണ് നിൽക്കുന്നത്. PK കൃഷ്ണദാസ്. നിലവിൽ അവിടെ IB സതീഷ് അല്ലേ MLA? IB സതീഷാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ട്രെൻഡ്? ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണദാസിന് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. സാധ്യതയില്ല.
സാധ്യതയില്ല. കാര്യം കൃഷ്ണദാസ് എന്നുള്ള അവിടെ നിന്നതാണ്. മുൻപ് നിന്നിട്ടുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അന്ന് നിന്ന് ആര് നമ്മളെ രമേശ് ചക്കനായിന്റെ മരുമകല്ലേ, അതിന് പേരെന്തിരി, രമേശ് ചക്കനായിന്റെ മരുമകൻ ഉണ്ടല്ലോ, ഓ കോൺഗ്രസിൽ നിന്ന ആള്. കോൺഗ്രസിന്റെ. നിലവിൽ IB സതീഷ് എങ്ങനെ ഉണ്ട് ഇവിടുത്തെ വികസനം? IB സതീശന് അവിടെ IB സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന് അവിടെ പ്രകടനങ്ങളൊക്കെ കൊള്ളാം. അഡ്വക്കേറ്റാണ്. ജയിക്കോ? വീണ്ടും ജയിക്കോ? വീണ്ടും ജയിക്കോ IB സതീഷ്? നിങ്ങൾ യാതൊരു പാർട്ടിയാണ് അത് പറയും. മറ്റൊരു മണ്ഡലത്തിലെ ജനാഭിപ്രായവുമായി വീണ്ടും കാണാം.